എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് പരിപ്പ് വേവിക്കാൻ വയ്ക്കുകയാണ്, വെന്ത് വരട്ടെ. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരുവിധം എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. തക്കാളി, കൈപ്പക്കായ, ക്യാരറ്റ്, അതുപോലെ മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ അതുപോലെ ഉരുളൻകിഴങ്ങ്, വഴുതിനിങ്ങ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനിടാത്തത് ഇനി വെണ്ടക്കായും മുരിങ്ങക്കായൊക്കെയാണ്. ഞാൻ വേറെ പാത്രത്തിൽ വെച്ചാണ് അത് ഞാൻ ഇടാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു 1/2 സ്പൂണ്, പിന്നെ കായ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കി നന്നായി വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇടാൻ മറന്നു. വെണ്ടക്കായ, മുരിങ്ങക്കായ, അതിൻ്റെ ഒപ്പം കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് അത് വേറെ പാത്രത്തിൽ വെച്ച കാരണമേ പെട്ടെന്ന് മറന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാ കഷ്ണങ്ങളും നമ്മൾ അവിയൽ വെക്കാനിരുന്ന എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇട്ട് വെക്കാം. വേറെ ഒന്നുമല്ല, ഇവിടെ അപ്പൂന് കഷ്ണങ്ങൾ ഇങ്ങനെയൊക്കെ ആയാൽ വലിയ ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്നായി വരുമ്പോൾ നമുക്ക് കടുകൊക്കെ ഇട്ട് കൊടുക്കാം. അത് ചൂടായി വന്നപ്പോൾ ഞാൻ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നായി വരട്ടെ. ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. സാമ്പാർ എനിക്ക് ഇങ്ങനത്തെ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ വറുത്തരച്ചിട്ടൊക്കെ സാമ്പാർ വയ്ക്കുക കേട്ടോ, ശരിക്ക് എല്ലാ ദിവസവും വയ്ക്കുമ്പോൾ. ഇതൊരു എളുപ്പത്തിലുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ ജോലിക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന്. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് 1 സ്പൂണ് കടലപ്പരിപ്പും 1 സ്പൂൺ ഉഴുന്നുപരിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ സാമ്പാറിലാണെങ്കിൽ ഇതൊക്കെ വറക്കാനുണ്ട്, നാളികേരത്തിൻ്റെ. അപ്പോൾ ഇതിൽ നാളികേരം അങ്ങനെയൊന്നും ചേർക്കില്ല. ഇതിങ്ങനെ വറുത്ത് വരുമ്പോൾ നമ്മൾ പൊടികളിട്ട് കൊടുക്കണം. വേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. പിന്നെ 1 സ്പൂണ് കായപ്പൊടി, 1 സ്പൂണ് ഉലുവപ്പൊടി ഇട്ടു. ഇത്രയും ഇടുന്നുള്ളത്. കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്യാണ്, നമ്മൾ സാമ്പാർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ സാമ്പാറിലേക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പുളി ഒഴിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് തിളക്കുന്നുണ്ടായിരുന്നു. പുളി ഒഴിച്ചത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഉപ്പ് സ്വല്പം കുറവ് കണ്ടപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2 മല്ലിയില ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ട്.